ബിഗ് ബോസ് മലയാളം സീസൺ 7 ആര്യനും ജിസയിലും പിരിഞ്ഞോ? അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലൈവിൽ. കുറച്ച് ദിവസമായി ആര്യൻ ജിസയിലുമായിട്ട് എങ്ങനെയെങ്കിലും ഉടക്കി പിരിയണം, ജിസയിൽ തന്നെ യൂസ് ചെയ്യാന്നുള്ളൊരു ബോധമൊക്കെ ആര്യനുണ്ടായിട്ടുണ്ട്. കുടുംബാംഗങ്ങളെല്ലാവരും ആര്യനെ അത് പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ജിസയിലിൻ്റെ ഡ്രസ്സ് അലക്കി കൊടുക്കൂ, ജിസയിലിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കൂ, ജിസയിലിൻ്റെ പാവാട കഴുകൂ, ജിസയിലിൻ്റെ സാരിത്തുമ്പ് പിടിക്കൂ നീ എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം ആര്യന് കാര്യങ്ങളൊക്കെ പിടികിട്ടി നൈസായിട്ട് ജിസയിലിനെ ഒഴിവാക്കാനുള്ളൊരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആര്യൻ അതിനുള്ളൊരു കാരണം കിട്ടിയിട്ടുണ്ട്. അതിൽ പിടിച്ച് കയറിയിരിക്കുകയാണ് ആര്യൻ. ജിസയിലുമായിട്ടുള്ള വൻ അടിയാണ് ലൈവിൽ നടക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈവിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നലെ മുതലാണ് ജിസയിലുമായിട്ട് ആര്യൻ ചെറിയൊരു വഴക്ക് അല്ലെങ്കിൽ വാക്ക് തർക്കമൊക്കെ നടക്കുന്നുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് ലൈവിൽ അത്തരത്തിൽ തന്നെ ഉണ്ടായി. ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. ജിസയിലിൻ്റെ ഫേക്ക് ഹ്യൂമാനിറ്റി ആണെന്നാണ് ആരും പറയുന്നത്. അതൊരു തരത്തിൽ പറഞ്ഞാൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ? പ്രേക്ഷകർ അതൊക്കെ തന്നെ പറയുന്നു. ഇപ്പോൾ എന്തോ ആര്യന് അതിനെക്കുറിച്ചൊരു ബോധോദയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ജിസേലിനോട് സംസാരിക്കുകയാണ് ആര്യൻ. ലിവിങ് ഏരിയയിൽ ആ സോഫയിൽ കിടക്കുകയാണ്. ആര്യനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല ജിസേലിനോട് സംസാരിക്കാനായിട്ട്. ജിസേലാണ് അവിടെ വന്നിരിക്കുന്നത്. 1.5 ചപ്പാത്തി എന്തോ ജിസേൽ കഴിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ചപ്പാത്തി എന്ത് ചെയ്തു? ജിസേൽ ആര്യന് കൊടുത്തു. ജിസേൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഭക്ഷണമൊക്കെ ആര്യന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നും അത്തരത്തിൽ തന്നെ താൻ കുറച്ച് ചപ്പാത്തി കഴിച്ചിട്ട് ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ ആര്യന് കൊടുത്തു. ഇത് ആര്യൻ എന്ത് ചെയ്തു? ഈ ചപ്പാത്തി എടുത്ത് അക്ബറിന് കൊടുത്തു, അല്ലെങ്കിൽ ഈ ഫുഡ് എടുത്തിട്ട് അക്ബറിന് കൊടുത്തു. ഇത് ജിസേലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ജിസേൽ ചോദിക്കുന്നത്, ഞാൻ തന്ന ഫുഡ് നീ എന്തിനാണ് അക്ബറിന് കൊടുക്കുന്നത്? ഞാൻ നിനക്ക് കഴിക്കാനല്ലേ തരുന്നത്, നീ എന്താ നീ കഴിക്കാതെ അത് അക്ബറിന് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ആരും ചോദിക്കുകയാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, നിനക്കിപ്പോൾ എന്താ കൊടുത്താൽ കുഴപ്പം? അപ്പോൾ ജിസേൽ പറയാണ്ട്, എനിക്ക് വിശക്കുന്നില്ലേ? എനിക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ലെന്നാണോ നീ പറയുന്നത്? എനിക്ക് വിശപ്പുണ്ടായിട്ട് നീ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ നിനക്ക് ഫുഡ് തരുന്നത്, നീ കുറച്ചുകൂടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നീ അപ്പോൾ ആ ഫുഡ് അക്ബറിന് കൊടുത്തിരിക്കുന്നു, അതെന്താ ശരിയായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് ജിസേൽ ചോദിക്കുമ്പോൾ ആര്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ ഷാനവാസിന് കൊടുക്കുന്നില്ലേ കൂടുതൽ ഫുഡ്? അതൊക്കെ ഞാൻ കണ്ടില്ലെന്നാണ്. അപ്പോൾ ജിസേൽ പറയാണ്, ഇല്ല ഞാൻ ഷാനവാസിന് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആര്യം പറയാണ്, ഞാൻ കണ്ടില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? നീ ഷാനവാസിന് ഫുഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് കള്ളൊന്നും പറയാൻ നിൽക്കണ്ട, നീ ഫേക്ക് ഹ്യൂമാനിറ്റിയാണ്, എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ ജിസേലിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ആര്യൻ. ഇങ്ങനെയൊക്കെ ജിസേലിൻ്റെ അടുത്ത് പറയാണ്. മുഖത്ത് നോക്കി അല്ലെങ്കിൽ പോലും പില്ലോ വെച്ചിങ്ങനെ തല ഇങ്ങനെ മറച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ജിസേലിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ആര്യനില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. ആര്യം മുഖത്ത് നോക്കിയിട്ടൊന്നുമല്ല, ജിസേലിനോട് എന്തെങ്കിലും പറയുന്നുണ്ട്. കമന്നിങ്ങനെ കിടന്നിട്ടാണെങ്കിലും ആള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷാനവാസിന് കൂടുതൽ ഫുഡ് ജിസേൽ കൊടുക്കാറുണ്ട്. ജിസേലിന് കുറച്ച് താല്പര്യമുള്ളവർക്ക് ജിസേൽ കൂടുതൽ ഫുഡ് കൊടുക്കും. അപ്പോൾ ഇന്നും അത്തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ജിസേൽ പറയുന്നത്, ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ആര്യൻ ഷാനവാസിനോട് പോയി ചോദിച്ചു, ഫുഡ് കൂടുതൽ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞു, ആ ഫുഡ് കിട്ടി, തന്നു, ആ ജിസേലിക്ക് കൂടുതൽ തന്നു എന്ന്. അപ്പോൾ ജിസേലിന് എന്തോ ആവാം, എനിക്കാവാൻ പാടില്ല, അങ്ങനെയാണോ നീ പറയുന്നത് എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് ആര്യൻ ചോദിക്കുന്നത്. ആര്യനാണെങ്കിൽ ജിസേലായിട്ട് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ല. ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, മറ്റെന്ത് റിലേഷൻ ആയിക്കോട്ടെ, അവരെന്തോ ലവ് സ്ട്രാറ്റജിയൊക്കെ ഇറക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്ത് റിലേഷൻ ആണെങ്കിലും ഇപ്പോൾ ആര്യനും ജിസേലും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആര്യന് ഒട്ടും താല്പര്യമില്ല. ഇന്നലെ ഒരില അഭിലാഷൊക്കെ പറയുന്നുണ്ടായിരുന്നു, അവൻ മര്യാദക്കുള്ള ചെക്കനായിരുന്നു, അവൻ മര്യാദക്ക് കളിക്കുമായിരുന്നു, ഇവളുടെ സാരത്തുമ്പിൽ കെട്ടിത്തൂക്കി നടക്കുകയാണ്, അവൻ മര്യാദക്ക് കളിക്കാൻ പോലും പറ്റുന്നില്ല, അവളൊന്ന് പുറത്തു പോയിരുന്നെങ്കിൽ അവൻ ടോപ്പ് 5 ഉണ്ടാവുമായിരുന്നു. ഇതൊക്കെ ആരും കേൾക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ച ശോഭ വന്നപ്പോഴും സാരിത്തുമ്പ് പിടിപ്പിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോന്ന് കഴിഞ്ഞ് ഇപ്പം ആര്യനെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ജിസേലിൻ്റെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ തൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്നു. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ജിസേലായിട്ട് 2 ദിവസം, ഇന്നലെ തുടങ്ങിയതാണ് ഒരു ചൊറി. ഇപ്പം മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് താല്പര്യമില്ല എന്ന്. അപ്പുറത്ത് ഭയങ്കര പൊരിഞ്ഞ് അടക്കാണ് ഓനിലും ബാക്കിയുള്ളവരൊക്കെ ഇട്ട്. പക്ഷേ ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ഈ ഒരു വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലായ്മ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രിയോടുകൂടി ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. രണ്ടും ഒരു ബെഡിലാണ് കിടക്കുന്നത്. പിരിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രണ്ടും 2 ബെഡിലാകും. എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് വൈകുന്നേരം ലൈവ് കണ്ടറിയാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.